ഹലോ, ഹെഡ്മീൽ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഒറ്റ ഒരു സംഭവം കൊണ്ട് നമുക്ക് തോരനും കറിയും എങ്ങനെ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ചുമന്ന ചീര കൊണ്ട് തോരൻ വെച്ചായിരുന്നു. ഇന്ന് പക്ഷേ എനിക്ക് കുറച്ച് പച്ചച്ചീര കിട്ടി. ഇവിടെ പച്ചച്ചീര എന്ന് പറയും, കുപ്പച്ചീര എന്ന് പറയും, വേറെ എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള സംഭവങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ചീര കറി വെച്ചിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുക്കറിൽ ആദ്യം നമുക്ക് ഈ പരിപ്പൊക്കെ ഒന്ന് വേവിക്കണം. അതിനാവശ്യമായ സാമ്പാർ ഡാൾ, തുവർ ഡാൾ എന്ന് പറയും, തുമരപ്പരിപ്പ്, സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പ്, വേറെ എന്തെങ്കിലും പേരുണ്ടോ? അപ്പം അതും പിന്നെ കുറച്ച് ചീര ഇലയും പിന്നെ ചീരയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അതെല്ലാമാണ് അതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. കൂട്ടത്തില് 2-3 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ, ചീര എന്ന് പറയുന്നത് ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ, പല വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചീരയൊക്കെ വെറുതെ കളയുകയാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ട്. അയ്യോ, അങ്ങനൊന്നും ചെയ്യരുതേ. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഒറ്റ വിസിലേ അടിക്കുന്നുള്ളൂ കേട്ടോ, കാരണം എന്റെ കുക്കറിൽ ഒറ്റ വിസിലിന്റെ ആവശ്യമുള്ളൂ. ആ പരിപ്പൊന്ന് വെന്താൽ മതി, ചീര പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. ഞാനിത് നമ്മുടെ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു, ബീഫ് ഫ്രൈ ചെയ്തതിന്റെ. അപ്പൊ അന്ന് ബീഫ് വേവിച്ചതും അടുപ്പിൽ തന്നെയായിരുന്നു. അന്ന് എനിക്ക് പേഴ്സണലായിട്ട് 1-2 മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു, ബെൻസി കഴുകിയെടുക്കാൻ പാടല്ലേ, കരിയാവത്തില്ല. ഇച്ചിരി പാടുണ്ടില്ല എന്നല്ല, പക്ഷെ നമുക്ക് മൊത്തത്തിൽ കരിയാവത്തില്ല കേട്ടോ. അതിന്റെ മൂട് ഭാഗം മാത്രമേ കരിയാവത്തുള്ളൂ. അന്നേരം തന്നെ കഴുകി വെച്ചാൽ മതി. ഞാൻ നേരത്തെയൊക്കെ അടുപ്പിൽ വെക്കാനായിട്ട് പ്രത്യേകം പാത്രം മാറ്റി വെക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതും ഇതിനകത്ത് വെക്കാറുണ്ട്. കാരണം നന്നായിട്ട് കഴുകിയെടുത്താൽ മതി, താഴെ ഭാഗം മാത്രമല്ലേ കരിയാവുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ചീര ഞാൻ തോരന് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സവോള, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിടാം. അതുപോലെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടേണ്ട വട്ടത്തിലിട്ടിട്ടില്ലേ, അങ്ങനെ വേണമെങ്കിൽ ഇടാം. അപ്പൊ കുക്കറിൽ ഒരു വിസിൽ വന്നു, ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഫുൾ സ്റ്റീം പോയ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. പിന്നീട് തോരൻ വെക്കാനായിട്ട് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് വഴറ്റി അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും സവാളയും കൂടി ഇട്ട എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ തോരനൊക്കെ വെക്കാൻ അടുപ്പ് നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. സെപ്പറേറ്റ് വിറകിന്റെ ഒന്നും ആവശ്യമില്ല, ആ ചൂട് മാത്രം മതി. അപ്പൊ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു. അതിനുശേഷം നമുക്ക് ബാക്കി മസാല ചേർക്കാം. തേങ്ങയ്ക്കകത്ത് വേറെ മസാലയൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ജീരകം ചേർക്കുന്നവരുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. വെളുത്തുള്ളി ഓൾറെഡി അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തേങ്ങയും മഞ്ഞപ്പൊടിയും മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചീര തോരൻ വെക്കുമ്പോൾ ലാസ്റ്റിലാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ആ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുമ്പോൾ ആ ചീരയുടെ വെള്ളമെല്ലാം അങ്ങ് ഇറങ്ങി വെള്ളം വറ്റും. ആദ്യമേ നമ്മൾ ഉപ്പിട്ടാല് ആ ഇലക്കകത്തുനിന്ന് വെള്ളം ധാരാളമായിട്ട് ഇറങ്ങും. അതുകൊണ്ടാണ് ഇലത്തോരനുകൾക്ക് ലാസ്റ്റിലെ ഉപ്പ് ചേർക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കാം, ആവിയിൽ വേവട്ടെ. ചീരയൊക്കെ പെട്ടെന്ന് വേവുന്ന സംഭവം കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ചീരത്തോരൻ വെക്കാനായിട്ട്. നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് മതി കറിയും തോരനോടാവാനായിട്ട്. അപ്പൊ ഇതൊന്ന് ആവിയിൽ വേവട്ടെ. ആഴ്ചയിൽ ഒരു 2 ദിവസം ജോസേന്റെ പണി ഇതാണ് കേട്ടോ. കാരണം ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ തണുപ്പ് കിട്ടാനും പിന്നെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടുള്ള വേലയാണ് ഈ കാണിക്കുന്നത്. പിന്നെന്താ, എപ്പോഴും ഇരിക്കുകയും കഴിക്കുകയും എന്തെങ്കിലും അരിയും പെറുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണല്ലോ. അപ്പൊ നല്ല ക്ലീനായി ഇടണ്ടേ, അതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകിയിടാറുണ്ടേ. തോരനൊന്ന് ആവി വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള മസാല തയ്യാറാക്കാം. തേങ്ങ വളരെ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മൾ പരിപ്പിട്ടത് കൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള കൊഴുപ്പ് കിട്ടും. കുറച്ച് തേങ്ങ, മഞ്ഞപ്പൊടി, പിന്നെ ഇട്ടിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി, ജീരകം, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ എരി അനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പച്ചമുളക് അരയ്ക്കാനിടാം. ഞാനിപ്പോ അരയ്ക്കാൻ ഇടുന്നില്ല, കാരണം ഓൾറെഡി 2-3 പച്ചമുളക് അതിനകത്ത് കീറി ഇട്ടിട്ടുണ്ടല്ലോ. ഇത് നന്നായിട്ട് അങ്ങ് അരയുണ്ട് കേട്ടോ. ഒരു 85-90% പരിപ്പ് കറിക്കൊക്കെ എങ്ങനെ അരയ്ക്കുന്നേ അതുപോലെ ഒന്ന് അരഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ തോരന്റെ നല്ല മണവും വരുന്നുണ്ടായിരുന്നേ. ഇടയ്ക്ക് നന്നായിട്ട് ആവി വന്നു, ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറു തീയിൽ കിടന്ന് വെന്തത് കൊണ്ട് തന്നെ, അതിനെ അടുപ്പിൽ വെച്ചത് കൊണ്ടാണോ ചട്ടിയിൽ വെച്ചത് കൊണ്ടാണോ ചീരയുടെ ആണോ എന്നറിയത്തില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ തോരന്. പിന്നെ വിറകടുപ്പിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ എന്തായാലും.
അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെന്ത് കഴിഞ്ഞ് ലാസ്റ്റിലാണ് ഉപ്പ് ചേർക്കുന്നതെന്ന്. ചിലപ്പോൾ തേങ്ങയോടൊപ്പം ഉപ്പ് ചേർക്കാറുണ്ട്. ഇന്ന് ഞാൻ ലാസ്റ്റിൽ ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത്. ഉപ്പ് ചേർത്തൊന്ന് ഇളക്കാം. ഒട്ടുമേ വെള്ളമയം ഇറങ്ങില്ല. വെള്ളം മുഴുവൻ ഓൾറെഡി വറ്റിക്കഴിഞ്ഞു. ഇനി വെള്ളം ഇറങ്ങാനില്ല ചീരക്കകത്തുനിന്ന്. നല്ല ഒന്നേലൊന്നേ തൊടാതെ നല്ല കുഴഞ്ഞിരിക്കാത്ത തോരൻ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതാ കുക്കറിനകത്തെ ആവി മുഴുവൻ പോയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു കുടത്തിലോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ആദ്യമേ കുക്കറി വേവിക്കാതെ കുടത്തിനകത്തിട്ട് വേവിച്ചെടുത്താൽ പോരായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നേരം ഓർത്തില്ല കേട്ടോ. കുക്കറിനകത്തിട്ട് ഒരു വിസിലടിച്ചെടുത്താൽ മതിയല്ലോ എന്നുള്ള ചിന്തയോടെയാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഇത് നന്നായിട്ട് ഉടയ്ക്കേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എത്രത്തോളം ഉടയ്ക്കണോന്ന്, നന്നായിട്ട് ഉടയ്ക്കണോ, ഇത്തിരി തരി പോലെ വെക്കണോ. ഞാനങ്ങ് മൊത്തത്തിൽ ഉടച്ചിട്ടില്ല. കുറച്ച് ഇല പോലെ കിടക്കണം, ഡാള് പരിപ്പ് അതുപോലെ കിടക്കണം. ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം. ഉടച്ചെടുത്ത ശേഷം അരപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോ ചീരയിലയാണ് ഇട്ടിരിക്കുന്നത്. പകരം നിങ്ങളുടെ കയ്യിൽ മത്തനില, മുളകിന്റെ ഇല, പയറിന്റെ ഇല, കോവലിന്റെ ഇല, ഇങ്ങനെ ഭക്ഷ്യയോഗ്യമായ ഇലകൾ ധാരാളം ഉണ്ടല്ലോ. അത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട്, അതൊക്കെ ഇട്ട് ഈ കറി നമുക്ക് ഉണ്ടാക്കാം. പച്ചമുളക്, കാന്താരി, ഇതിന്റെ ഒക്കെ ഇല നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്നതാണ്. തോരനൊക്കെ വെക്കാതും കൊണ്ട്. അപ്പൊ അതവിടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് കുക്കർ അപ്പം തന്നെ കഴുകി വെക്കാൻ പോവാണേ. ഞാൻ അടുപ്പിൽ വെക്കുന്ന ദിവസമായാലും അതുപോലെ തന്നെ ഗ്യാസിൽ വെക്കുന്ന ദിവസമായാലും വെച്ച് കഴിഞ്ഞാൽ ഉടനെ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ ചട്ടിയും കലങ്ങളും ഒക്കെ അന്നേരം തന്നെ കഴുകി വെക്കുമേ. പിന്നെ ചട്ടിയിലോ കലത്തിലോ ഒക്കെ വെക്കുന്നത് ഇപ്പം ചില ദിവസങ്ങളിൽ രാത്രി വരെ അങ്ങനെ തന്നെ അതിനകത്ത് വെച്ചേക്കും. അതിനുശേഷം രാത്രി കിടക്കുന്നതിന് മുമ്പ് വേറെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് വെച്ചിട്ട് എല്ലാം കഴുകി വെച്ചിട്ട് ശേഷമാണ് കിടക്കുന്നത്. അപ്പൊ എന്താ, പണ്ട് കൊച്ചിലേക്ക് ഒരു പറച്ചിലുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഗ്യാസ് ഒന്നും ഇല്ലല്ലോ, അടുപ്പിൽ തന്നെ ആണല്ലോ. അപ്പൊ രാവിലെ ഒരു പറച്ചിൽ തന്നെ ഉണ്ട്, തൂത്തുവാരി തേച്ച് മഴക്കി വെള്ളം കോരി അലക്കി. ഇതൊരു പാട്ട് പോലാണ്. രാവിലെ എണീറ്റാൽ ഉടനെ ആദ്യം മുറ്റം മുറിയെല്ലാം തൂത്തുവാരുക, അതാണ് തൂത്തുവാരി. തേച്ച് മഴക്കി തലേന്നത്തെ പാത്രങ്ങളെല്ലാം തേച്ച് കഴുകിയാണ് പിറ്റേന്നത്തേക്ക് നമുക്ക് രാവിലെ തേച്ച് കഴുകിയാണ് അന്നത്തെ പാചകത്തിന് ആ കലവും ചട്ടിയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കോരി, അതൊന്നും മോട്ടർ അധികം ഇല്ലല്ലോ. അപ്പൊ തൂത്തുവാരി തേച്ച് മെഴുകി വെള്ളം കോരി ലാസ്റ്റാണ് അലക്ക്. ലാസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് തേച്ച് മെഴുക്കിയതിന്റെയും ഈ തൂത്തുവാരിന്റെയും കരിയോ അഴുക്കോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ആ തുണി കഴിയുമ്പോഴത്തേക്ക് കൈ നല്ല ക്ലീൻ ആയിരിക്കും. ലാസ്റ്റ് ജോലിയാണ് തുണി കഴുകും. അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ആരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു ശൈലി, ഒരു പഴമൊഴി എന്ന് പറയാം, ഇങ്ങനെ ഒരു പറച്ചിലുണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ഇടണേ. തൂത്തുവാരി തേച്ച് മെഴുക്കി വെള്ളം കോരി അലക്കി. ഈ 4 എണ്ണം ഒരു ടൈം ടേബിൾ ആണ്. അപ്പൊ കുക്കർ കണ്ടില്ലേ, നല്ല സുന്ദര കുട്ടപ്പനായില്ലേ. കറി വേകുന്ന സമയം കൊണ്ട് ഉണക്കമീൻ വെട്ടാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിടാം, ഒന്ന് കുതിരട്ടെ. തണുത്ത കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിടാം, ഉപ്പ് നന്നായിട്ട് പോയി കിട്ടും. പണ്ടേ കാലത്ത് അമ്മച്ചിമാരൊക്കെ ചെയ്തിരിക്കുന്നത് ന്യൂസ് പേപ്പർ ഇതിനകത്ത് പിച്ചിയിടുമായിരുന്നു. അതിനുശേഷം കാലം പോയി. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ന്യൂസ് പേപ്പറിന്റെ കാർബൺ ഇതിനകത്ത് ഇറങ്ങിയാൽ നമ്മുടെ ബോഡിക്ക് നല്ലതല്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ന്യൂസ് പേപ്പർ ഇടക്കവും നിർത്തി. പക്ഷെ പഴയ അമ്മച്ചിമാർ ഇപ്പോഴും ന്യൂസ് പേപ്പറാണ് ഇടുന്നത് കേട്ടോ. അതിടുമ്പോൾ ഉപ്പിന്റെ അംശം കുറഞ്ഞു കിട്ടും, അതിനു വേണ്ടിയാണ്. അപ്പൊ കറി നന്നായിട്ട് തിളച്ചു. താളിച്ചിട്ടത് വീഡിയോ കിട്ടിയിട്ടില്ല. ഇപ്പൊ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ആ ഷോട്ട് വന്നില്ലല്ലോ എന്ന്. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില, കൊച്ചുള്ളി ഇത്രയും ഇട്ടാണ് താളിച്ചത്. അപ്പൊ അതാ നമ്മുടെ 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു ലഞ്ചാണ്. ഇതുവരെ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഉണക്കമീൻ ഫ്രൈ ചെയ്തത് കണ്ടിട്ട് എനിക്ക് കമന്റ് വരാൻ ചാൻസ് ഉണ്ട്, എന്താ ചേച്ചി ഇതില് മസാല പുരട്ടാഞ്ഞെന്ന്. അതുകൊണ്ട് ഞാൻ എല്ലാ വ്ളോഗുകളിലും അത് പറയാറുമുണ്ട്. മസാല പുരട്ടിയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.